ഷാബാസ് എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ അതിക്രൂരമായ കൊലയും അതിനോട് അനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലുണ്ടായ ബഹളങ്ങളും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഏതാണ്ട് 1.5 മാസം മുന്നേ ഞാൻ സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെടാൻ ഇടയായേക്കുമെന്ന് സ്കൂളിൽ നടക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയതാണ്, വിദ്യാർത്ഥികൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പല സ്കൂളുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകളിൽ വിദ്യാർത്ഥികൾ അപ്പോൾ തന്നെ കൊല്ലപ്പെടുകയോ വളരെ സ്ലോ ഡെത്തിലേക്ക് നയിക്കപ്പെടുകയോ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. അത്ര ക്രൂരമായിട്ടാണ് കുട്ടികൾക്കിടയിൽ നടക്കുന്ന അക്രമങ്ങൾ. സിനിമകളും അതുപോലെ പലതരത്തിലുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട് എന്നത് വസ്തുതയാണ്. സിനിമകൾ അനുകരിക്കുവാൻ കുട്ടികൾ ശ്രമിക്കുകയാണ്. സിനിമകളിൽ കാണുന്നത് പോലെ വളരെ ശബ്ദമുണ്ടാകുന്ന രീതിയിലാണ് ഇവരുടെ ഇടികൾ. സിനിമയിൽ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണെങ്കിൽ സ്കൂളുകളിൽ നടക്കുന്ന സംഘടനകളിൽ ഉണ്ടാക്കുന്ന ശബ്ദം അത് ഒറിജിനലാണ്. അടിയുടെ ശബ്ദം, ഇടിയുടെ ശബ്ദം, ചവിട്ടിന്റെ ശബ്ദം നമുക്ക് കേൾക്കാവുന്നതാണ്. അത്ര വളരെ ശക്തമായിട്ടാണ് കുട്ടികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമകളിലെ വില്ലന്മാരെ കൈകാര്യം ചെയ്യുന്ന അതേ ഡയലോഗുകൾ അടിച്ചുകൊണ്ട് അതേ രൂപത്തിലാണ് ഇവർ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. മർദ്ദിച്ചവശരാക്കിയതിനു ശേഷം അവരുടെ ഒരു തിരിച്ചുവരവുണ്ട്, അവരുടെ ഒരു തിരിച്ചു പോക്കുണ്ട്. അവരുടെ ആ ശരീരഭാഷ കണ്ടാൽ അറിയാം അവർ അനുകരിക്കുകയാണ്. ഏതോ അക്രമി സംഘത്തെ അടിച്ചമർത്തിയ ഭാവത്തിൽ, വിജയഭാവത്തിലാണ് അവർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടികൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു കാരണവും ആവശ്യമില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവർക്ക് അവരുടെ എതിരാളികളായിട്ട് അവർ കണക്കാക്കുന്നത് ഒന്നുകിൽ തങ്ങളുടെ ജൂനിയർ ക്ലാസ്സിൽപ്പെട്ടവരെ ആയിരിക്കും, അല്ലെങ്കിൽ സീനിയർ ക്ലാസ്സിൽപ്പെട്ടവരെ ആയിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാങ്ങുകൾ, ഗ്രൂപ്പുകൾ, സംഘങ്ങൾ, പല തരത്തിലുള്ള സംഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് സ്കൂളുകളിൽ. ഈ കുട്ടികളാണ് പരസ്പരം ചേരി തിരിഞ്ഞ് സംഘടനത്തിന് കാരണമാകുന്നത്. അത് പലപ്പോഴും യൂണിഫോം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെട്ടത് എന്ന് ഇവർക്ക് തോന്നിയതോ ആയി ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളാണ് മിക്കവാറും ഈ തരത്തിൽ മർദ്ദിക്കപ്പെടാറ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഷാബാസിനെ പോലെ ഫോക്കസ് ചെയ്യപ്പെടുന്നവരുണ്ട്. ചില കുട്ടികളോട് അസൂയ തോന്നുന്നു. ചില കുട്ടികൾ പഠിക്കുന്നതും ക്ലാസ്സിലും സ്കൂളിലും നന്നാവുന്നതും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ ക്ലാസ് റൂമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനോട് പോലും പകയും വിദ്വേഷവും വെച്ചു പുലർത്തുക. ചില ടീച്ചേഴ്സിനോട് നല്ല സൗഹൃദം വെച്ചു പുലർത്തുന്നത് പോലും ശത്രുതയ്ക്ക് കാരണമാകുന്നു. ഇതൊക്കെ നേർക്ക് നേരെ കണ്ടതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞത്. ഇപ്പോഴുണ്ടാകുന്ന അവസ്ഥ, ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ സാധാരണക്കാരായ, ദുർബലരായ, പഠിക്കുന്നവരായ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ഭയം തോന്നുന്ന സാഹചര്യം ഇതുകൊണ്ടുണ്ടാകും. വളരെ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയം തോന്നുന്ന സാഹചര്യം ഉണ്ടാകും. സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ലേഡി ടീച്ചേഴ്സാണ്. ലേഡി ടീച്ചേഴ്സിന്റെ എണ്ണം ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഏറെക്കുറെ പൂർണ്ണമായും സ്കൂളുകൾ വനിതാ അധ്യാപകരുടെ നിയന്ത്രണത്തിലാകാൻ പോകുന്നു എന്നതാണ്. പുതിയ ജെൻസ് അധ്യാപകർ സ്കൂളുകളിലേക്ക് വരുന്നതും ചേരുന്നതും ഒക്കെ വളരെ കുറവാണ്. പുതിയ തലമുറയുടെ ഒരു പ്രത്യേകത, അവർ അധ്യാപകരാകാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വതവേ അവർ അധ്യാപകരാകാൻ ഇഷ്ടപ്പെടുന്നില്ല. അധ്യാപകരാകാൻ ഇഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒക്കെ സ്കൂളിൽ എത്തുന്ന ആളുകൾ ഇനി ഈ ഒരു അന്തരീക്ഷത്തിൽ സ്കൂളിൽ ജോലി ചെയ്യാൻ ഭയപ്പെടും എന്നതും, കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ സ്കൂൾ ജോലി അല്ലെങ്കിൽ അധ്യാപക ജോലി എടുക്കാൻ മടിക്കുമെന്നതും ഇതിന്റെ ഗുരുതരമായ മറ്റൊരു പ്രത്യാഘാതമാണ്. മാത്രമല്ല, ഈ ശത്രുത തുടർക്കഥയായി മാറുകയും ഇത് തുടർ സംഘടനകളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം വിദ്യാർത്ഥികൾക്കിടയിൽ രൂപപ്പെടും. അതിന് പുറത്തുനിന്നുള്ള ആളുകൾ ഇടപെടാതിരുന്നാൽ കുട്ടികൾക്ക് മാരകമായ അക്രമമേൽക്കുകയും അവർ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിത്യരോഗികളായി മാറുകയോ ചെയ്യും. എന്നാൽ പുറത്തുനിന്ന് ഇടപെടാൻ ഒരു സാഹചര്യത്തിലും പുറത്തുനിന്ന് ഇടപെടാൻ കഴിയാത്ത സാഹചര്യമാണ് സ്കൂളുകളിൽ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാനുള്ളത്, പോലീസ്, അതുപോലെ നാട്ടുകൂട്ടങ്ങൾ, നാട്ടിലെ വിവിധ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ സംഘടനകൾ, ഇവർക്കിടയിലൊക്കെ ഐക്യമുണ്ടാക്കിയിട്ട് പാരൻസിന്റെ മുൻകൈയിൽ സ്കൂൾ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യണം.
കാരണം സംരക്ഷണം കിട്ടേണ്ടത് കുട്ടികൾക്ക് മാത്രമല്ല, ടീച്ചേഴ്സിനും സംരക്ഷണം കിട്ടേണ്ടതുണ്ട്. അവരുടെ രക്ഷിതാക്കളും നാളെ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ, ഭാവിയിൽ അവരുടെ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരും ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്കൂളുകളിൽ. ലഹരി ഉപയോഗവും സിനിമയും വലിയ തോതിൽ ഇതിനെ സ്വാധീനിക്കുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതുകൊണ്ട് ഈ രണ്ട് തലങ്ങളിലൂടെയും വളർന്നു വരുന്ന അക്രമവാസനകളെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രാദേശിക കൂട്ടായ്മകൾ രൂപീകരിച്ച്, ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് നിരന്തര പരിശ്രമം നടത്തണം. അടുത്ത ഒരു 6 മാസക്കാലം നിരന്തരമായിട്ട് സ്കൂളുകളെ, അതായത് സ്കൂൾ തുറന്നതിന് ശേഷം ജൂൺ തൊട്ട് അങ്ങോട്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെ സ്കൂൾ കുട്ടികളിൽ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ ജാഗ്രതാ സമിതികൾ പുറത്തു നിന്നെത്തുന്ന ലഹരി വിൽപ്പനക്കാരെയും അതിന്റെ ഏജന്റുമാരെയും കണ്ടെത്തി തടയാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതൊക്കെ വളരെ ഗൗരവമുള്ളതാണ്. മഹല്ലുകൾ, ഇടവകകൾ, മറ്റു കൂട്ടായ്മകൾ ഒക്കെ ഇതിൽ ബോധവൽക്കരണ പരിപാടികൾ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് നടത്തണം. അതാത് മഹല്ലുകളിലെ എല്ലാ വിഭാഗം കുട്ടികളെയും, അതിലെ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാ വിഭാഗവും കുട്ടികളെയും വിളിച്ചു വരുത്തിയിട്ട് ഇവർക്ക് ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം. അതിലൊക്കെ എക്സ്പേർട്സിനെ എമ്പാടും കിട്ടാനുണ്ട്. ആ ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇതിനെതിരായിട്ട് ശരിയായ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിവരുടെ ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇവരുടെ സ്വഭാവത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇവർ ഭാവിയിൽ മാനസിക രോഗികളായി മാറാനുള്ള സാധ്യതയും, ഇവരുടെ കുടുംബജീവിതം, ഉദ്യോഗ ജീവിതം, അങ്ങനെ വിദ്യാഭ്യാസം എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഈ ലഹരി വസ്തു ഉപയോഗം, ഈ ഉപയോഗത്തെക്കുറിച്ച് കുട്ടികളെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ധാരാളം കുട്ടികൾ അതിൽ നിന്ന് പിന്തിരിയാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഇത്തരം ക്ലാസ്സുകൾ, ഡിഡക്ഷൻ ക്ലാസ്സുകൾ, ആന്റി ഡ്രഗ് ക്ലാസ്സുകൾ ധാരാളം എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളിലൊക്കെ അത്തരം കുട്ടികളെ ധാരാളമായി പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് സാധ്യമാണ്. ധാരാളം ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെയും സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ മഹല്ലുകളിലും, അതുപോലെ എല്ലാ പ്രാദേശിക കൂട്ടായ്മകൾക്ക് കീഴിലും, എല്ലാ ഇടവകകൾക്ക് കീഴിലും, അതുപോലെ എന്തൊക്കെ സാമൂഹിക സംരംഭങ്ങൾ നാട്ടിലുണ്ടോ അതിലൊക്കെയും ആരൊക്കെ സഹകരിക്കാൻ തയ്യാറുണ്ടോ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ വ്യാപകമായി നടത്തണം. പാവം കുട്ടികൾ എത്ര ക്രൂരമായിട്ടാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. എന്തിന് എന്നതിന് അവർക്കും അറിയില്ല, അക്രമികൾക്കും അറിയില്ല. എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ അടിച്ചു കൊല്ലുന്നത്? ഇപ്പൊ ഷാബാസിന്റെ കാര്യത്തിൽ കണ്ണ് കുത്തി കണ്ണില്ലാതെയായി, അവനങ്ങ് ഇല്ലാതെയായി എന്ന് എന്ത് ആവേശത്തിലാണ് ആ ക്രിമിനലുകൾ പറയുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരു പ്രത്യാഘാതം, ഇതിന്റെ വളരെ ഗുരുതരമായ മറ്റൊരു പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ അധ്യാപകർ ഭയപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യിക്കാറുണ്ട്. ഉദാഹരണത്തിന് അസൈൻമെന്റ് കറക്റ്റായിട്ട് ചെയ്യണം, പ്രാക്ടിക്കലിന് കൃത്യമായിട്ട് ഹാജരാകണം, അതുപോലെ ക്ലാസ്സിൽ ഹാജരാകണം, നോട്ട് വെക്കണം, പഠിച്ചു വരണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അവരെ അധ്യാപകർ ഭയപ്പെടുത്തുന്നത് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരീക്ഷ എഴുതാൻ അനുവദിക്കാറുമില്ല. പലതരത്തിലുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ അധ്യാപകർ എടുക്കാറുണ്ട്. അവർ റിസ്ക് എടുക്കുകയാണ്, സ്വയം റിസ്ക് എടുക്കുകയാണ്. അവർക്ക് സമൂഹത്തിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ കാര്യമായ പിന്തുണ ഒന്നും കിട്ടിയിട്ടല്ല അവർ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്. എങ്ങനെയെങ്കിലും കുട്ടികൾ ശരിയാകട്ടെ എന്ന് കരുതി ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് പല അധ്യാപകരും ഇത്രയും വലിയ റിസ്ക് എടുക്കാറുള്ളത്. എന്നാൽ അങ്ങനെ ചെയ്യിച്ചിട്ടാണ് പല കുട്ടികളെയും രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ കുട്ടികൾ, അതായത് ഇവിടെ കൊലയാളികളായ കുട്ടികൾക്ക് നൽകപ്പെട്ട ആനുകൂല്യങ്ങൾ, അവർക്ക് നൽകപ്പെട്ട പരിഗണനകൾ, അതിനെക്കുറിച്ച് വന്ന വാർത്തകൾ എല്ലാം വളരെ ഗുരുതരമായ പ്രത്യാഘാതം സ്കൂളുകളിൽ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പ്. അധ്യാപകരെ അനുസരിക്കുന്നതിൽ കുട്ടികൾ ഒരുപാട് പിന്നോട്ട് പോകും. അതുകൊണ്ടും ഇത്തരം ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളെ ബോധവൽക്കരിച്ച് ഇതൊക്കെ അവർക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ എല്ലാവരും തയ്യാറാകണം. വൻ തോതിലുള്ള നെഗറ്റീവ് പ്രചാരണങ്ങൾ അധ്യാപകർക്കെതിരെ നടക്കുകയാണ്. അധ്യാപകരെ ചോദ്യം ചെയ്യുന്നവൻ വലിയ ഹീറോ ആയിട്ട് മാറുകയാണ്. അധ്യാപകരോട് ഡയലോഗ് അടിക്കാൻ സിനിമകൾ പഠിപ്പിക്കുന്നു, മറ്റു പലരും പഠിപ്പിക്കുന്നു. അധ്യാപകരെ കുറിച്ച് വളരെ അസൂയയോടുകൂടി ആളുകൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഒരു പകയും വിദ്വേഷവുമായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരികയാണ്. ഈ അധ്യാപകനെ ചോദ്യം ചെയ്താൽ എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെയാണ്. അതിന് പിന്തുണയും കയ്യടിയും ക്ലാസ്സിൽ കിട്ടത്തക്ക രീതിയിലേക്ക് ക്ലാസ് റൂമുകൾ മാറിയിരിക്കുന്നു. ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യമില്ല, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല, ഇതിനൊന്നും കുറിച്ചൊന്നും ചർച്ച ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല.
ഭാവി തലമുറ പൂർണ്ണമായും കയ്യിൽ നിന്ന് പോകുന്ന വലിയൊരു ക്രിമിനൽ സൊസൈറ്റികളെ വളർത്തിയെടുക്കുന്ന ഒരു മേഖലയായിട്ട് സ്കൂളുകൾ മാറുകയാണ്. ഇതിനൊക്കെ എതിരെ നിശബ്ദമായാൽ സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, നമ്മളൊക്കെ കുട്ടികളെ എങ്ങോട്ടയക്കും, എന്ത് ധൈര്യത്തിൽ അയക്കും? ഓരോ രക്ഷിതാവും ആലോചിക്കണം, ഓരോ അധ്യാപകനും ആലോചിക്കണം, ഓരോ ഉദ്യോഗസ്ഥനും ആലോചിക്കണം, നിങ്ങളൊക്കെ കുട്ടികളെ എങ്ങോട്ടയക്കും? ഇതിന്റെ മറ്റൊരു ഗുരുതരമായ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകാൻ ഭയപ്പെടും. താരതമ്യേന കൂടുതൽ സുരക്ഷിതത്വം അച്ചടക്കവും ഉള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കും മറ്റു സ്കൂളുകളിലേക്കും പോകും. അത് കാശുള്ളവർക്കേ പോകാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ സാധാരണക്കാരുടെ മക്കൾ, സാധാരണക്കാരെ സ്നേഹിക്കുന്നവരുടെ മക്കൾ, അങ്ങനെയുള്ള സ്കൂളുകൾ, അങ്ങനെയുള്ള അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവരൊക്കെയും വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ ഇത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, സ്കൂൾ സംഘടനകളെ കുറിച്ച് വളരെ ഗൗരവത്തിൽ സർക്കാരും പോലീസും അതുപോലെ മറ്റു ജാഗ്രതാ സമിതികൾ അല്ലെങ്കിൽ PTA കമ്മിറ്റികൾ, അധ്യാപക സമിതികളും ഒക്കെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് ഈ വർഷം ഞങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പരിസരത്തുള്ള സ്ഥാപനത്തിൽ അടിയും നടക്കില്ല, ലഹരി വിൽപ്പനയും നടക്കില്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.